നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ പറഞ്ഞാലേ അത് കള്ളമാണെന്ന് എല്ലാവരും പറയും. എന്താ സംഭവിച്ചെന്നേ ഇവളോട് തന്നെ ചോദിച്ചാ മതി. എന്താ പ്രിയങ്കേ, എന്താ കാര്യം? എന്തിനാ നിങ്ങൾ വഴക്കിട്ടത്? പ്രിയങ്ക മോൾ ആരെയും പേടിക്കണ്ട. നടന്ന കാര്യം എന്താന്ന് വെച്ചാ തുറന്നു പറഞ്ഞു. എത്ര ചോദിച്ചാലും ഇവള് പറയില്ല മുത്തശ്ശി. മുത്തശ്ശിയുടെ അമ്മയുടെ അച്ഛന്റെ ഒക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഈ മരുമോളുണ്ടല്ലോ, വീടിന്റെ പിന്നാമ്പുറം തുറന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കായിരുന്നു. കയ്യിലിതേ ഈ ബാഗ് ഉണ്ടായിരുന്നു. രക്ഷപ്പെടാൻ ശ്രമിക്കേ? അതിനും മാത്രം ഇവിടെ എന്താ പ്രശ്നം? അച്ഛൻ അറിയാത്ത പല പ്രശ്നങ്ങളും ഇവർക്കിടയിലുണ്ട്. പിന്നെ വരുണിനെ പിരിഞ്ഞു പോകാനുള്ള ഇഷ്ടം കൊണ്ടൊന്നും അല്ല ഇവളീ പാതിരാത്രിയിൽ ഇറങ്ങിയത്. ഈ ബാഗ് എവിടുന്ന് പുറത്തേക്ക് കടത്താനാ? അല്ല, ഈ ബാഗിൽ എന്താ? ബാഗിൽ എന്താന്നേ എല്ലാരും കണ്ടോ? കണ്ടല്ലോ, ഇത് മുഴുവൻ കണിമംഗലത്തെ ആഭരണങ്ങളാ. ഇതെടുത്ത് ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കിയത് അത് എന്റെ കുറ്റമാണോ മുത്തശ്ശി? പ്രിയങ്ക മോളെ, എന്താ ഇതൊക്കെ? കൽപ്പന പറയുന്നൊന്നും നീ നിഷേധിക്കുന്നില്ല. അതിന്റെ അർത്ഥം നീ ഇത് ചെയ്തു എന്ന് തന്നെയാണോ? കാര്യം എന്താണെന്ന് പറയ പ്രിയങ്കേ. പത്നി, എനിക്ക് പിടികിട്ടാത്ത ചില കാര്യങ്ങള് ഈ വീട്ടിൽ നടക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഇത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല. നീ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാര്യം എന്താ? സ്വത്തായിരുന്നു ആവശ്യമെങ്കിൽ എത്ര ചോദിച്ചാലും നേരായ വഴിക്ക് ഞാൻ തരുമായിരുന്നല്ലോ. കുടുംബജീവിതത്തില് ഏറ്റവും ശാന്തനായിരിക്കാനാണ് എനിക്കിഷ്ടം. പക്ഷേ വിശ്വാസവഞ്ചന കാണിച്ചവരോട് പൊറുത്ത ചരിത്രം കണിമംഗലം പരമേശ്വരനില്ല. പറയടി, എന്തു ചെയ്യാനായിരുന്നു നിന്റെ ഉദ്ദേശം? ഈ ചോദ്യം എന്നോടല്ല, സ്വന്തം മോനോട് അച്ഛൻ ചോദിക്കണ്ട. എന്നോടൊപ്പം ജീവിക്കാൻ പറ്റില്ലെന്നും എന്നെ ഇനി ആവശ്യമില്ലെന്നും വരുൺ എന്നോട് പറഞ്ഞു. ഇറങ്ങിപ്പോവാനുള്ള കൂലിയായി എന്നെ അടിച്ചേൽപ്പിച്ചത് ഇതല്ല. അച്ഛൻ പൊട്ടിഘോഷിക്കുന്ന കണിമംഗലത്തിന്റെ അന്തസ് അച്ഛന്റെ മകൻ കാണിച്ചത് ഇങ്ങനെയാ. എന്റെ ജീവിതം തകർത്തത് അച്ഛന്റെ മോന. എന്റെ സ്വപ്നങ്ങൾ ഇല്ലാതാക്കിയത് അച്ഛന്റെ മോന. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.